തൃശൂർ പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചത് മതിലകം കളരിപ്പറമ്പ് സ്വദേശി നളിനി. തൃശൂർ വടക്കേക്കാട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 5 ടർക്കി കോഴികളടക്കം 30-ലധികം കോഴികൾ ചത്തു. പടിഞ്ഞാറെ കല്ലൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ വളർത്തുകോഴികളെയാണ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. കേരള പോലീസ് അസോസിയേഷൻ 38ാം തൃശൂർ റൂറൽ ജില്ലാ സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPS മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ പോലീസുകാർ നേരിടുന്ന അമിതമായ ജോലിഭാരത്തെ സംബന്ധിച്ച ചർച്ചകൾ നടന്നു. തൃശൂർ മണലൂർ വടക്കേമുറി ADSന്റെയും ആര്യ ഐക്കറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ സെന്റ് തെരേസ് കോൺവെന്റിൽ നടത്തിയ ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. കോഴിക്കോട് മുക്കം വാഹനാപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചത് മലപ്പുറം അരീക്കോട് സ്വദേശി ആലുക്കൽ താജുദ്ദീൻ. അപകടം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മുക്കം ഭാഗത്തുനിന്ന് വന്ന കാറിടിച്ച്. തൃശൂർ ചാവക്കാട് എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചത് ഒരുമനയൂർ സ്വദേശി വിഷ്ണു. വിട്ടുമാറാത്ത പനി മൂലം വിഷ്ണുവിനെ ഒരാഴ്ച മുന്നേ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തൃശൂർ അരിമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവാർഡ് ഡേ ആഘോഷിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ KPCC വിചാർ വിഭാഗ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കടവന്തൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവും അളവ് തൂക്ക മെഷീനും കണ്ടെത്തി. പരിശോധന നടന്നത് പ്രതി മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ. 315 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. പ്രതി ഒളിവിൽ. തൃശൂർ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചത് മന്ദലാംകുന്ന് സ്വദേശി മുഹമ്മദ് സിനാൻ. അപകടം സിനാനും സുഹൃത്തും സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ മറ്റൊരു ബൈക്ക് ഇടിച്ച്.